തമിഴകം അടുത്ത 5 വർഷം ആര് ഭരിക്കും? വലിയ ചോദ്യചിഹ്നമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട് ആരായിരിക്കും ഭരിക്കുക? പ്രത്യേകിച്ച് നദീജല തർക്കങ്ങൾ നിലവിലുള്ളപ്പോൾ, അത് മുല്ലപ്പെരിയാർ ഡാമൊക്കെ ആയിട്ടുള്ള തർക്കങ്ങൾ അതിരൂക്ഷമായി നിലനിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സംസ്ഥാനത്തിൽ ഏത് കക്ഷിയാണ് ഭരണത്തിൽ വരിക എന്നുള്ളത് അറിയാൻ നമുക്കും താല്പര്യമുണ്ടായിരിക്കും. ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് സ്റ്റാലിനാണ്. അത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഒരു അണ്ണൻ തമ്പി ബന്ധമാണുള്ളത്. ഞാൻ നമ്പാർന്ന സഹോദരൻ പിണറായി വിജയൻ എന്ന് അഭിസംബോധന ചെയ്യുന്ന സ്റ്റാലിനെ പിണറായി വിജയന് നിരവധി പരിപാടികൾക്ക് കേരളത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ആരധികാരത്തിൽ വരുമെന്നറിയാൻ നമുക്കും ഒരു കൗതുകമുണ്ടാകും. തമിഴ്നാട് രാഷ്ട്രീയം എപ്പോഴും സിനിമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കരുണാനിധിയും MGRും ജയലളിതയും കഴിഞ്ഞ 50-60 വർഷം വാണിരുന്ന സംസ്ഥാനത്ത് 2026 ആര് എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. നടൻ വിജയ് നേതൃത്വം കൊടുക്കുന്ന പുതിയ രാഷ്ട്രീയ കക്ഷി തമിഴക വെറ്റിക്കഴകം ഒരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. TVKയുടെ മധുരയിൽ നടന്ന മാനാടിൽ വിജയിനെ കാണാനും കേൾക്കാനുമാണ് ലക്ഷങ്ങളാണ് മധുരയിലെ ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തിയത്. ആർത്തിരമ്പുകയായിരുന്നു ജനം. അത് കണ്ട് ശരിക്കും സ്റ്റാലിൻ ഞെട്ടിയിട്ടുണ്ട്. അതിന് തർക്കമൊന്നുമില്ല. 6 മാസം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് ഇപ്പോഴേ അവിടെ കേളുകെട്ട് തുടങ്ങി. കാരണം കേരളത്തിനോടൊപ്പം തമിഴ്നാട്ടിലും ഇലക്ഷൻ നടക്കുകയാണ്. 2 സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഉള്ളതെങ്കിലും നേരത്തെ പറഞ്ഞ കാരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമുക്കും താല്പര്യമുണ്ട് അവിടെ ആരാണ് അധികാരത്തിൽ വരിക എന്നറിയാനായിട്ട്. എന്തായാലും എടപ്പാടി രാമസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ADMK അവിടെ ഒരു 3-4 മാസമായി അവിടെ ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തിൻ്റെ പകുതിയോളം പ്രദേശങ്ങളിലധികം പര്യടനം നടത്തിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ദളപതി വിജയ് അദ്ദേഹത്തിൻ്റെ TVK കക്ഷിയും ട്രിച്ചിയിൽ നിന്ന് 98 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ ജാഥയ്ക്ക് അല്ലെങ്കിൽ പര്യടനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മാനാട് തുടങ്ങി വെച്ച മധുരയിൽ അവസാനിക്കുന്ന ഈ പര്യടനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്ന ട്രിച്ചിയിലെ മരക്കട എന്ന ഒരു ടൗണിൽ നിന്നാണ്. 10,000-കണക്കിന് ജനങ്ങളാണ് വിജയിനെ കാണാനും കേൾക്കാനുമായിട്ട് അവിടേക്ക് ഒഴുകിയെത്തിയത്. ആകെ പ്രദേശമാകെ ജാമായി, ട്രാഫിക് ജാമായി. എയർപോർട്ടിൽ വന്നിറങ്ങിയ വിജയിന് ഈ മരക്കടയിലെത്താൻ ഏതാണ്ട് 5 മണിക്കൂറോളം സമയം എടുത്തത്രേ. എന്ന് മാത്രമല്ല, ആ തിരക്കിൽപ്പെട്ട മുൻ കേന്ദ്രമന്ത്രി ചിദംബരം പോലും ശ്വാസം മുട്ടിയെന്നും 1 മണിക്കൂറിലേറെ അദ്ദേഹത്തിന് ട്രാഫിക് ജാമിൽ കഴിയേണ്ടി വന്നും എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ തടിച്ചുകൂടിയ ജനത്തിന് വലിപ്പം നമുക്ക് ഊഹിക്കാൻ പറ്റും. ആ വെല്ലുവിളി ഉയർത്തുന്നത്, അത് പ്രകമ്പനം കൊള്ളിക്കുന്നത് സ്റ്റാലിൻ്റെ കേന്ദ്രങ്ങളിലായിരിക്കും, രാഷ്ട്രീയ കക്ഷിയുടെ ആസ്ഥാനങ്ങളിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ടാകുക ഉദയനിധി സ്റ്റാലിനാണെന്ന് പറയപ്പെടുന്നു. എടപ്പാടി പളനിസ്വാമി ADMKയുടെ ഭാഗത്തു നിന്നും, അണ്ണാമല BJPയുടെ ഭാഗത്തു നിന്നും, പിന്നെ നമ്മുടെ ദളപതി, പഴയ ജൂനിയർ ദളപതിയായിരുന്നെങ്കിലും ഇപ്പോൾ സീനിയർ ദളപതിയാണ് വിജയ്, അല്ലെങ്കിൽ ഒറിജിനൽ ദളപതിയാണ് വിജയ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തമിഴക വെറ്റിക്കഴകം അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയോടുകൂടി തമിഴക രാഷ്ട്രീയം ഇളകി മറയുകയാണ്. വിജയ് ദളപതി ഇളക്കിവിടുന്ന ചൂട് ശരിക്കും സ്റ്റാലിന് കൊണ്ടുവന്നും അതുകൊണ്ട് തന്നെ ഈ ദളപതിയുടെ പര്യടനത്തിന് ഒരുപാട് നിബന്ധനകൾ വെച്ചിട്ടുണ്ടെന്നാണ്. 25-ലേറെ നിബന്ധനകളാണ് അത്ര പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചിരിക്കുന്നത്. അത് കേട്ടാൽ ഞെട്ടിപ്പോകും. ഒന്ന്, ദളപതി പ്രസംഗിക്കുന്നിടത്ത് ഒരു തരത്തിലുള്ള റോഡ് ഷോയും ചെയ്യാൻ പാടില്ല, വാഹന ജാഥകൾ നടത്താൻ പാടില്ല എന്ന് മാത്രമല്ല, വലിയ സൗണ്ട് ബോക്സുകൾ വെച്ച് ശല്യം ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, പടക്കം പൊട്ടിക്കാൻ പാടില്ല, 30 മിനിറ്റിലധികം ദളപതി എവിടെയും പ്രസംഗിക്കാൻ പാടില്ല, ഉള്ളിലേക്കുള്ള വഴിയും പുറത്തേക്കുള്ള വഴിയും കൃത്യമായി മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു തരത്തിലുള്ള ഫ്ലക്സുകളോ ബോർഡുകളോ സ്ഥാപിക്കാൻ പാടില്ല തുടങ്ങിയ ഒരു 25ഓളം നിബന്ധനകളാണ് ഈ ദളപതിയുടെ പ്രസംഗത്തിനും ഈ പര്യടനത്തിനും പോലീസ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ സ്റ്റാലിൻ എത്ര കണ്ട് ഭയക്കുന്നു എന്നാണ് വിജയ് ദളപതി പറയുന്നത്. അത് ജനങ്ങളോട് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുന്നുമുണ്ട്. ട്രിച്ചിയിലെ മരക്കടയിൽ ആരംഭിച്ച പ്രസംഗത്തിന് ആദ്യം തന്നെ ഒരു കല്ലുകടി വന്നു എന്ന് പറഞ്ഞാൽ അതിലെന്തോ ഒരു ദുശകനമുണ്ടെന്നാണ്. അദ്ദേഹം മരക്കടയിലെത്താൻ ഏതാണ്ട് 5 മണിക്കൂർ കഴിഞ്ഞ് എത്തിയത് എയറോഡ്രോമിൽ നിന്ന്
ഉടനെ വന്ന് അവിടെ അറേഞ്ച് ചെയ്തിരുന്ന ബസ്സിൽ കയറി പ്രസംഗിക്കാനായി മൈക്ക് കയ്യിലെടുത്തു. 1 മിനിറ്റ് പ്രസംഗിച്ചില്ല, മൈക്ക് കേടുവന്ന് ഓഫായിപ്പോയി. അതൊരു ദുശകരമാണെന്ന് മറ്റു പലരും പറയുന്നു. പിന്നെ അവിടെ ബസ്സിലുണ്ടായിരുന്ന താൽക്കാലിക ചില മൈക്കുകളൊക്കെ വെച്ച് പ്രസംഗം ആരംഭിച്ച ഉടനെ ആ ഭാഗത്തു കൂടെ വലിയൊരു ആംബുലൻസ് സൈറണും വിളിച്ചുകൊണ്ട് ചീറിപ്പാഞ്ഞു വന്നു. അപ്പോൾ തന്നെ അദ്ദേഹം പ്രസംഗിക്കുന്നത് ആർക്കും മനസ്സിലായില്ല. അപ്പോൾ ഏതാണ്ട് ഒരു പകുതി സമയം അങ്ങനെ പോയി. അപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല. പക്ഷെ തമിഴ്നാടിൻ്റെ ഒരു പ്രശ്നം വെച്ച് ഒരു ആരാധക വൃന്ദമാണ്, ജനക്കൂട്ടമാണ്. അവർ കൈയടിച്ചും ബഹളം വെച്ചും വലിയൊരാൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ബഹളത്തിനിടയിലും വിജയ് പറഞ്ഞു വെച്ചത് DMK സർക്കാരിനെ അറ്റാക്ക് ചെയ്യുക തന്നെയായിരുന്നു. അധികാരത്തിൽ വരുമ്പോൾ ഗവൺമെൻറ് ജോലികളെല്ലാം തന്നെ ഫില്ല് ചെയ്യും, വേക്കൻസികളെല്ലാം ഫില്ല് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തു പോകും. ഓൾഡ് പെൻഷൻ സ്കീം നിങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ട് ചെയ്തു പോകും. 40% സ്ത്രീകൾക്ക് സംവരണം നടത്തുമെന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്തു പോകും. 1000 രൂപ സ്ത്രീകൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് ഏതാനും പേർക്ക് കൊടുത്തിട്ട് അത് വലിയൊരു പബ്ലിസിറ്റി കൊടുക്കുകയും ബാക്കി പലർക്കും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് വഞ്ചനയല്ലേ? ബസ്സിൽ ഫ്രീ യാത്ര സ്ത്രീകൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് അത് വലിയ പബ്ലിസിറ്റി കൊടുക്കുകയും സ്ത്രീകൾക്കെല്ലാം സൗജന്യമാണെന്ന് പറഞ്ഞ് അവരെ കളിയാക്കുകയും ചെയ്യുന്നത് ഒരു സ്ത്രീ വിരുദ്ധമല്ലേ എന്നീ തുടങ്ങി നിരവധി ആക്ഷേപങ്ങളാണ് DMK സർക്കാരിനെ എതിരെ പ്രയോഗിക്കുന്ന. അഴിമതി ആരോപണങ്ങളും അദ്ദേഹം ഉയർത്തിവിടുന്നുണ്ട്. ഇതെല്ലാം വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ വോട്ടായി മാറുമോ എന്ന് ഈ ദ്രാവിഡ കൾച്ചർ, പ്രത്യേക ദ്രാവിഡ സംസ്കാരമുള്ള തമിഴ്നാട്ടിൽ ഇന്നേ വരെ DMKയും ADMKയും മാത്രം പതിറ്റാണ്ടുകളായി ഭരിച്ചിരുന്ന സംസ്ഥാനത്ത് പുതിയൊരു താരോദയം നടക്കുമോ? ഒരു മുഖ്യമന്ത്രി വരുമോ? ഒരു വിജയ് ദളപതി യഥാർത്ഥ മുഖ്യമന്ത്രിയായി തമിഴ്നാട്ടിൽ വരുമോ എന്ന് നമുക്ക് കണ്ടറിയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം തീർച്ച, ADMK എന്ന കക്ഷി ഏതാണ്ട് നാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ അത് മുതലെടുക്കുകയും DMKക്കെതിരെയുള്ള വികാരം മുതലെടുക്കുക എന്നുള്ളതും കൂടിയാണ് വിജയ് എന്ന സൂത്രശാലി ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വിജയകാന്തും കമലഹാസനൊക്കെ പയറ്റി നോക്കിയ മണ്ണ് അവിടെ പരാജയപ്പെട്ടതാണ്. പക്ഷേ സ്റ്റാലിന് ഒരു മറുമരുന്ന് പ്രയോഗിക്കുന്നുണ്ട്. കാരണം രാഷ്ട്രീയമറിയാത്ത വിജയ് വെറുതെ പുലമ്പുകയാണെന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, നമ്മുടെ രജനീകാന്തിനെ കളത്തിലിറക്കി വിജയനെ പ്രതിരോധിക്കാനൊരു ശ്രമവും ഈ അടുത്ത കാലത്ത് സ്റ്റാലിൻ നടത്തി. കാരണം അദ്ദേഹം പങ്കെടുത്തൊരു മീറ്റിങ്ങിൽ സ്റ്റാലിന് വാനോളം പുകഴ്ത്തുന്നുണ്ട്. പുതിയ രാഷ്ട്രീയ കക്ഷികളെ വിമർശിക്കുന്നു കൂടി അദ്ദേഹം ഇൻഡയറക്റ്റായി ചെയ്യുമ്പോൾ അത് സ്റ്റാലിന് വേണ്ടി അടുത്ത ഭരണത്തിന് അദ്ദേഹം തന്നെ വരണമെന്ന് ഇൻഡയറക്റ്റായിട്ട് നമ്മുടെ രജനീകാന്ത് ആഹ്വാനം ചെയ്യുന്നു എന്നാണ് DMKയുടെ വൃത്തങ്ങൾ പറയുന്നത്. പണ്ടും രജനി ഒരു തവണ പറഞ്ഞാൽ 1000 വട്ടം പറഞ്ഞ പോലെയാണെന്ന് നമുക്കറിയാം. ഇതിനു മുമ്പ് ജയലളിത ഒരു തവണ ഭരണത്തിലിരുന്നുമ്പോൾ ആ ജയലളിതയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് രജനി ഒരു വാചകമേ പറഞ്ഞുള്ളൂ. അത് തമിഴകം ഏറ്റെടുത്തു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയലളിത നിലം പരിശായതും ചരിത്രമാണ്. അതുകൊണ്ട് നിസ്സാരമായി രജനിയെ തള്ളാൻ പറ്റില്ല. സജീവ രാഷ്ട്രീയത്തിൽ അദ്ദേഹം വരില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് തമിഴ് ജനം എങ്ങനെ ഏറ്റെടുക്കുമെന്ന് കണ്ടറിയണം. അവിടെ നമ്മുടെ വിജയ് നിലം പരിശാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതോ തമിഴ് സിനിമാ ലോകത്ത് നിന്ന് നമ്മുടെ വിജയ് ദളപതി തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വരുമോ എന്ന് കണ്ടറിയണം. അതോ ആ മൈക്ക് ഓഫായത് ഒരു ദുശ്ശകുനമാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ താങ്ക് യു.